മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് പുതുഞായറാഴ്ചയാണ്. ഉയർപ്പ് തിരുനാളിന് ശേഷമുള്ള ആദ്യ ഞായറാഴ്ചയെ ആദിമ ക്രൈസ്തവർ പുതുഞായർ എന്നാണ് വിളിച്ചത്. ഈശോയുടെ പീഡാസഹന ഉത്ഥാനത്തിലൂടെ ലോകം മുഴുവൻ നവീകരിക്കപ്പെട്ടു, പുതുതാക്കപ്പെട്ടു എന്നുള്ള ആത്മീയ ചിന്തയിൽ നിന്നാണ് ഉയർപ്പിന് ശേഷമുള്ള ആദ്യ ഞായറിനെ പുതുഞായർ എന്ന് വിളിക്കുന്നത്. പുതുതാക്കപ്പെട്ട പ്രപഞ്ചത്തിൻ്റെയും ലോകക്രമത്തിൻ്റെയും സ്നേഹക്കൂട്ടായ്മയായ സഭയുടെയും ഭാഗമാണ് നാം എന്നുള്ള ഒരു വലിയ തിരിച്ചറിവോടുകൂടിയാണ് പുതുഞായറാഴ്ച ഓരോ വിശ്വാസിയും ആചരിക്കുന്നതും ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്നതും. പുതുഞായർ ആചരണത്തിൻ്റെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഏറ്റുപറച്ചിലാണ്. ഉത്ഥാനത്തിൻ്റെ ആദ്യ ദിവസം തന്നെ വൈകിട്ടാണ് ഉയർത്തെഴുന്നേറ്റ യേശു തൻ്റെ ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അവർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കുമ്പോൾ അവൻ അവരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് സമാധാനം ആശംസിക്കുന്നു. സുവിശേഷകൻ യോഹന്നാൻ പറയുന്നു, തോമസ് അന്ന് അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ട ആ വൈകാരിക അനുഭവം ശിഷ്യന്മാർ തോമസിനോട് വിവരിക്കുമ്പോഴാണ് തോമസിൻ്റെ ശാഠ്യം കലർന്ന നിർബന്ധ ബുദ്ധി അവിടെ പ്രകടമാവുന്നത്. അവൻ്റെ മുറിവുകൾ കണ്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല, അവൻ്റെ പാർശ്വത്തിൽ കൈവച്ചല്ലാതെ എൻ്റെ സംശയത്തിന് അവസാനം വരികയില്ല. സുവിശേഷകൻ പറയുന്നു, 8 ദിവസത്തിന് ശേഷം വീണ്ടും തോമസിനോടൊപ്പം, ശിഷ്യന്മാരോടൊപ്പം തോമസും ഉണ്ടായിരുന്നപ്പോൾ യേശു വീണ്ടും അവരുടെ ഇടയിലേക്ക് കടന്നു വരുന്നു. അവൻ തോമസിനോട് പറയുന്നു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. ശിഷ്യന്റെ സംശയത്തിനോ സ്നേഹശാഠ്യത്തിനോ വഴങ്ങിക്കൊടുക്കുന്ന ഗുരുവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. യഥാർത്ഥത്തിൽ തോമസ് ഒരു സന്ദേഹിയായിരുന്നോ? ഉയർപ്പെന്ന അനുഭവത്തിലുള്ള സംശയം അയാൾക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സുവിശേഷങ്ങളിലെ ഉത്ഥാന വിവരണങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, മിശിഹ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള അറിയിപ്പുകളെ തോമസ് മാത്രമല്ല അവിശ്വസിച്ചിരുന്നത്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ ശിഷ്യന്മാരെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അഭിവാദനം ചെയ്യുമ്പോൾ കർത്താവിനെ കണ്ട ശിഷ്യന്മാർ അവനെ ആരാധിക്കുന്നു, സുവിശേഷകൻ എഴുതി വെക്കുകയാണ്. എന്നാൽ ചിലർ സംശയിച്ചു. മർക്കോസിന്റെ സുവിശേഷ വിവരണങ്ങളിലാവട്ടെ, ഉത്ഥാന വിവരണങ്ങളിൽ മഗ്ദലന മറിയമാണ് അപ്പസ്തോല സമൂഹത്തോട് ആദ്യമേ ചെന്ന് ഞാൻ കർത്താവിനെ കണ്ടു, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നു. എന്നാൽ ശിഷ്യന്മാർ അവളെ വിശ്വസിച്ചേ ഇല്ല. പിന്നീട് ഗ്രാമത്തിലേക്ക് പോയിരുന്ന 2 പേർക്ക് അവൻ പ്രത്യക്ഷപ്പെടുകയും അവരും ശ്ലീഹന്മാരുടെ കൂട്ടായ്മയിൽ ചെന്ന് തങ്ങൾ ഉയർത്തെഴുന്നേറ്റ മിശിഹായെ കണ്ടുവെന്ന് പറഞ്ഞപ്പോൾ അവരെയും ശിഷ്യന്മാർ വിശ്വസിച്ചില്ല. ലൂക്കാസ് സുവിശേഷകൻ പറയുന്നു, ഉത്ഥാന വിശേഷം അറിയിച്ചവരെ അവർ അവിശ്വസിക്കുക മാത്രമല്ല, ഒരു കെട്ടുകഥ പോലെയാണ് അവർ പറഞ്ഞത് അനുഭവപ്പെട്ടത്. അങ്ങനെയെങ്കിൽ സംശയം തോമസിൻ്റെത് മാത്രമായിരുന്നില്ല, ശിഷ്യ സമൂഹത്തിൽ പലരുടേതുമായിരുന്നു. നസ്രായൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റോ എന്നുള്ള സംശയം. തോമസ് എല്ലാ കാലത്തുമുള്ള സംശയിക്കുന്ന ശിഷ്യന്മാരുടെ പ്രതിനിധിയായിട്ടാണ് നിൽക്കുന്നത്. അയാളുടെ ശാഠ്യം അവൻ്റെ മുറിവുകൾ കണ്ടും വിലാപ്പുറത്ത് കൈവച്ചും ഉയർത്തെഴുന്നേറ്റവൻ്റെ ഉയർപ്പിൻ്റെ അടയാളങ്ങൾ കണ്ട് വിശ്വസിക്കുക എന്നുള്ള അയാളുടെ ശാഠ്യം എല്ലാ കാലത്തും സംശയിക്കുന്ന ശിഷ്യന്മാരുടെ ശാഠ്യമാണ്. അങ്ങനെയെങ്കിൽ തോമസിൻ്റെ സംശയം മാത്രമായിരുന്നില്ല ഉയർത്തെഴുന്നേറ്റ യേശു അന്ന് പരിഹരിച്ചത്, മറിച്ച് എല്ലാ തലമുറയിലും അവൻ്റെ ഉത്ഥാനമെന്ന മഹാരഹസ്യത്തെ, വിശ്വാസത്തിൻ്റെ ഏറ്റവും ആധാരശിലയായിട്ടുള്ള അടിസ്ഥാന സത്യത്തെ അവിശ്വസിക്കുകയോ അവിശ്വസിക്കാൻ പ്രലോഭിപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന സകല മനുഷ്യരോടുമുള്ള അവൻ്റെ തിരുത്തും അവൻ്റെ തെളിവുമായിരുന്നു ഈ ഉത്ഥാനത്തിൽ തോമസിന് നൽകുന്ന ദർശനവും തോമസിനോട് പറയുന്ന വാക്കുകൾ. തോമസ് ആവശ്യപ്പെടുന്നത് ഉദ്ധിതന്റെ മുറിവ് കാണണമെന്നുള്ളതാണ്. ഉദ്ധിതനെ തിരിച്ചറിയാനുള്ള ഏറ്റവും മനോഹരമായ വഴി ഏതാണ്? ക്രൂശിക്കപ്പെട്ടവൻ തന്നെയാണ് ഉയർത്തെഴുന്നേറ്റത് എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ ക്രൂശിതന്റെ മുറിവുകൾ കാണുക തന്നെ ചെയ്യണം. ഉദ്ധിതൻ മുറിവേറ്റവനാണ്.
ആ മുറിവുകളെ കാണുമ്പോഴാണ് അവൻ്റെ മുറിവുകൾ നമുക്ക് സൗഖ്യകാരണമായിരുന്നു, നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ വിലയായിരുന്നു എന്നുള്ള തിരിച്ചറിവിലേക്കും വിശ്വാസത്തിലേക്കും നമ്മളൊക്കെയും കടന്നു വരുന്നത്. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹ മുറിവുകളുള്ള ഉജ്ജിതനെയാണ് തിരിച്ചറിഞ്ഞത്. സഹനത്തിൻ്റെ വടുക്കളിലാണ് രക്ഷകന്റെ അടയാളമുദ്രകൾ അയാൾ അന്വേഷിച്ചത്. ഇന്നും രക്ഷാകരമായ സഹനങ്ങളിൽ ഉദ്ധിതന്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയണമെന്നുള്ള മനോഹരമായൊരു സന്ദേശം അവിടെ അവശേഷിക്കുന്നുണ്ട്. നിന്റെ വിരലിവിടെ കൊണ്ടുവന്ന് എൻ്റെ പാർശ്വത്തിൽ വയ്ക്കാൻ ഉദ്ധിതൻ ആവശ്യപ്പെടുമ്പോൾ തോമസ് തൊട്ടുവെന്ന് സുവിശേഷകൻ ഒരിടത്തും പറയുന്നില്ല. മറിച്ച് അയാളൊരു വലിയ ഏറ്റുപറച്ചിൽ നടത്തുന്നു. ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നു, സുവിശേഷങ്ങളിലെ തന്നെ ഏറ്റവും മനോഹരമായ വിശ്വാസ പ്രഘോഷണത്തിന്റെ നിമിഷമാണത്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നുള്ള പരമമായ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിൽ അദോനായ് എലോഹിം എന്നുള്ള ഹെബ്രായ ഭാഷയിൽ ദൈവത്തിന് കൊടുക്കുന്ന പരമമായിട്ടുള്ള ഏറ്റുപറച്ചിലിന് തുല്യമാണ്. അങ്ങനെയെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് മുറിവുകൾ കാണിച്ച ഉദ്ധിതനെ ദൈവവും കർത്താവുമായിട്ട് നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹ ഏറ്റുപറഞ്ഞതിൻ്റെ അനുസ്മരണം കൂടിയാണ് ഒരു പുതുഞായറാഴ്ച. വിശ്വാസത്തിൻ്റെ ഏറ്റവും സമ്മോഹനമായ ഒരു ഏറ്റുപറച്ചിലിന് ശിഷ്യസമൂഹം ആദിമസഭ തോമസിലൂടെ സാക്ഷിയാവുകയാണ്. ഉയർത്തെഴുന്നേറ്റവൻ കർത്താവും ദൈവവുമാണ്. ഇതിലപ്പുറം ഒരു വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ നടത്താൻ മനുഷ്യന് സാധിക്കാത്തവണ്ണം അത്രയും വലിയ വിശേഷണമാണ് ഉദ്ധിതനായ യേശുവിന് തോമസ് നൽകുന്നത്. ഈ ഒരു ഏറ്റുപറച്ചിലിന് ആദിമസഭയുടെ അക്കാലത്തെ ചരിത്ര പശ്ചാത്തലത്തിൽ വലിയൊരു സാങ്കത്യമുണ്ട്. ജൂലിയസ് സീസർ മുതലുള്ള റോമൻ ചക്രവർത്തിമാർ തങ്ങൾക്ക് തന്നെ കൽപ്പിച്ചു നൽകിയിരുന്ന ഒരു അഭിദാനമായിരുന്നു ഡോമിനൂസ് എത്ത് ദേവൂസ് നോസ്തർ, കർത്താവും ദൈവവും. ഇമ്പീരിയൽ കൾട്ട് അഥവാ ചക്രവർത്തി പൂജ എന്ന പുതിയ മതം റോമാ സാമ്രാജ്യത്തിൽ നടപ്പിലാക്കുകയും തങ്ങളെ ദൈവതുല്യരായി കരുതുകയും ദൈവമായി മനുഷ്യർ പ്രജകൾ ആരാധിക്കണമെന്ന് കൽപ്പനകൾ ഇറക്കുകയും ചെയ്ത ജൂലിയസ് സീസർ മുതലുള്ള റോമൻ ചക്രവർത്തിമാർ ആദിമസഭയെ, ആദിമ ക്രൈസ്തവ സമൂഹങ്ങളെ ഒക്കെയും പീഡിപ്പിക്കാനുള്ള പ്രധാന കാരണം ചക്രവർത്തിമാരുടെ പ്രതിമയ്ക്ക് മുമ്പിൽ ശിരസ്സു കുനിക്കാനും നശ്വരരായ മനുഷ്യരൂപങ്ങളെ കർത്താവും ദൈവവും എന്ന് പറയാനും ആദിമസഭ, ആദിമ ക്രൈസ്തവർ മടിച്ചതായിരുന്നു. അങ്ങനെയെങ്കിൽ തോമാസ് ശ്ലീഹ നടത്തുന്ന വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലുണ്ടല്ലോ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അതിനൊരുപാട് അർത്ഥതലങ്ങളുണ്ട്. റോമൻ ചക്രവർത്തിമാരെ പോലെ നശ്വരരായ മനുഷ്യരുടെ മുമ്പിലല്ല മുട്ടുകാലുകൾ മടക്കി കർത്താവും ദൈവവും എന്ന് ഏറ്റുപറയേണ്ടത്. അത് മരണത്തെ മറികടന്ന, സഹനമര പീഡകളെ വിജയിച്ച പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ നസറത്തിലെ യേശുവിൻ്റെ മുമ്പിൽ മാത്രമാണ്, അവൻ മാത്രമാണ് കർത്താവും ദൈവവും എന്നുള്ള വിളിക്ക് യോഗ്യനായിട്ടുള്ളവൻ. ആദിമസഭയുടെ വിശ്വാസത്തിൻ്റെ പ്രഘോഷണമാണ് തോമാസ് ശ്ലീഹായിലൂടെ അവിടെ നടക്കുന്നത്. പുതുഞായർ അതാചരിക്കുന്ന ഓരോ വിശ്വാസിയും ക്ഷണിക്കുന്നത് വിശ്വാസത്തിൻ്റെ ഒരു ഏറ്റുപറച്ചിലേക്കാണ്. ഏറ്റുപറയാതെയുള്ള വിശ്വാസം അതിനാൽ തന്നെ നിർജീവമായിട്ട് നിലകൊള്ളുകയാണ്. പലപ്പോഴും ഈ കാലഘട്ടങ്ങളിലെല്ലാം വിശ്വാസികൾ പല കാരണങ്ങളാൽ, പല ഭയങ്ങളാൽ വിശ്വാസം ഏറ്റുപറയാതെ കടന്നുപോകുന്ന ഒരു സാഹചര്യത്തിൽ മാർത്തോമാ ശ്ലീഹായുടെ ധീരമായ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലുണ്ട്. മരണത്തെ മറികടന്ന നസറായന ഈശോ അല്ലാതെ മറ്റൊരു കർത്താവും ദൈവവുമില്ല. ഈ ഏറ്റുപറച്ചിൽ നമ്മളെയൊക്കെയും വിശ്വാസത്തിന്റെ പ്രഘോഷണത്തിന് നിർബന്ധിക്കുന്ന ഏറ്റവും ഉദാത്തമായ മാതൃകയാണ്. പൗലോസ് ശ്ലീഹ തിമോത്തിയോട് പറയുന്നുണ്ടല്ലോ, എൻ്റെ മകനെ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നതിൽ നീ ലജ്ജിക്കരുത്. സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നതിൽ, ഉദ്ധിതന് സാക്ഷികളാവുന്നതിൽ ലജ്ജിതരാവരുത് എന്നുള്ള മനോഹര സന്ദേശം കൂടി പുതുഞായറാഴ്ച മാർത്തോമാ ശ്ലീഹായുടെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ നമുക്ക് നൽകുന്നുണ്ട്. മനുഷ്യന്റെ സംശയങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണും. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്നാണ് തോമസിനോട് അവസാനം ഈശോ പറയുന്നത്. വിശുദ്ധ അഗസ്തീനോസ് വിശ്വാസത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്: വിശ്വാസം എന്നത് കാണാതെ വിശ്വസിക്കലാണ്, എന്നാൽ അതിൻ്റെ ഫലമോ വിശ്വസിക്കുന്നത് കാണും എന്നുള്ളത് തന്നെ. വിശ്വാസം എന്നത് കാണാതെ വിശ്വസിക്കലാണെങ്കിൽ അതിൻ്റെ ഫലം തങ്ങൾ വിശ്വസിക്കുന്നത് കാണുമെന്നുള്ളതാണ്. ഉദ്ധിതനെ നമ്മൾ കാണാതെ വിശ്വസിക്കുന്നു. അതിൻ്റെ ഫലം എന്താണ്? അവൻ്റെ ശോഭയേറിയ മുഖം നമ്മൾ ഒരിക്കൽ കാണുമെന്നുള്ള പ്രത്യാശയാണ്.
ആ പ്രത്യാശയാണ് ഈ ലോകത്തിൽ പ്രതിസന്ധികളുടെ, പീഡനങ്ങളുടെ, വിപരീത സാഹചര്യങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവൻ മാത്രമാണ് ദൈവവും കർത്താവുമെന്ന് ഏറ്റുപറയാൻ അവൻ്റെ സഭയ്ക്കുള്ള ഏക പ്രത്യാശ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ പ്രത്യാശ കൈമോശം വരാതെ ഏതു സാഹചര്യങ്ങളിലും കർത്താവും ദൈവവും നസറത്തിലെ യേശു മാത്രമാണെന്ന് പ്രഘോഷിക്കാൻ തക്കവിധം നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ബലപ്പെടുത്താൻ ഈ പുതുഞായർ ആചരണം, മാർത്തോമാ ശ്ലീഹായുടെ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിൽ നമ്മെല്ലാം സഹായിക്കട്ടെ.